നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഗതാഗത സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ദേശീയ ഹൈവേകളെക്കുറിച്ചാണ്. ഇന്ത്യ പോലുള്ള വലിയ രാജ്യത്തിൽ ഒരു സംസ്ഥാനത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് വേഗത്തിൽ യാത്ര ചെയ്യാനും ചരക്കുകൾ കൊണ്ടുപോകാനും വലിയ റോഡുകൾ ആവശ്യമാണ്. അത്തരം പ്രധാനപ്പെട്ട റോഡുകളെയാണ് നാഷണൽ ഹൈവേസ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ദേശീയ ഹൈവേകൾ രാജ്യത്തെ പ്രധാന നഗരങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ, തുറമുഖങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ്. ഇവ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സഹായം നൽകുന്നു. ഇന്ത്യയിലെ ദേശീയ ഹൈവേകൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് പ്രധാനമായും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ NHAI എന്ന സ്ഥാപനമാണ്. ഇവർ പുതിയ ഹൈവേകൾ നിർമ്മിക്കുകയും പഴയവ വികസിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ ഇന്ന് ഏകദേശം 1.4 ലക്ഷം കിലോമീറ്ററിലധികം ദേശീയ ഹൈവേകളുണ്ട്. റോഡ് നെറ്റ്വർക്കിന്റെ ചെറിയ ഭാഗം മാത്രമായാലും രാജ്യത്തെ വലിയ ഗതാഗതം ഈ ഹൈവേകളിലൂടെ തന്നെയാണ് നടക്കുന്നത്. ഇവയിൽ ചിലത് 4 ലെയിൻ, 6 ലെയിൻ, ചിലപ്പോൾ 8 ലെയിൻ വരെയുള്ള വലിയ റോഡുകളാണ്. ഇത് വാഹനങ്ങൾക്ക് വേഗത്തിലും സുരക്ഷിതമായും യാത്ര ചെയ്യാൻ സഹായിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ ഹൈവേയാണ് നാഷണൽ ഹൈവേ 44. ഈ ഹൈവേ ശ്രീനഗർ മുതൽ ഇന്ത്യയുടെ തെക്കേ അറ്റമായ കന്യാകുമാരി വരെ നീളുന്നു. ഇത് ഏകദേശം 3700 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ളതാണ്. ഇന്ത്യയിലെ മറ്റൊരു പ്രധാന ഹൈവേയാണ് നാഷണൽ ഹൈവേ 27. ഇത് പോർബന്ദർ മുതൽ സിൽച്ചാർ വരെ ഇന്ത്യയെ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറ് വരെ ബന്ധിപ്പിക്കുന്നു. ദേശീയ ഹൈവേകൾ കാരണം ആളുകൾക്ക് ദൂരയാത്രകൾ വളരെ എളുപ്പമായി. അതുപോലെ തന്നെ കൃഷിവസ്തുക്കൾ, വ്യവസായ ഉൽപ്പന്നങ്ങൾ, മറ്റ് ചരക്കുകൾ എന്നിവ വേഗത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ദേശീയ ഹൈവേകൾ ഒരു രാജ്യത്തിന്റെ ആർത്ഥിക വളർച്ചയുടെ പ്രധാന അടിസ്ഥാനങ്ങളിലൊന്നാണ് എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ ഒരു ദേശീയ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത് വെറുമൊരു റോഡ് മാത്രമല്ല, ഒരു രാജ്യത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഗതാഗത ശൃംഖലയാണെന്ന് ഓർക്കാം.